ഗുഡ് മോർണിംഗ് ടു ഓൾ. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി എന്നുള്ളതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി. സോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്താണ് ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്താണെന്ന് നമുക്കറിയാം. അതായത് ഒരു മെറ്റീരിയൽ ബോഡി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിൽ നിന്നും അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസിനെ അസംബിൾ ചെയ്ത് ആ മെറ്റീരിയൽ ബോഡി നിർമ്മിക്കാൻ എത്രമാത്രം വർക്കാണോ നമ്മൾ ചെയ്തത് അതിനെയാണ് ആ വസ്തുവിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് വിളിക്കുക. അല്ലെങ്കിൽ അത് ആ വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ അസംബ്ലിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിൽ നിന്നും ആ ചാർജുകളെ നമ്മൾ അസംബിൾ ചെയ്ത് ആ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വർക്ക് ചെയ്യണോ അതായിരിക്കും അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി എന്ന് പറയും. സോ ദി ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി of a charged body, the electrostatic self energy of a charged body is the potential energy of its own, charge, the potential energy of its own charge, which is equal to the work done in charging the body, to the present state by bringing the constituent charges from infinity, So for n charges, നമ്മൾ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു n ചാർജസ് ഉള്ള ഒരു സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ n ചാർജസിനെ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിൽ നിന്നും അസംബിൾ ചെയ്ത് ഈ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ എത്ര വർക്കാണോ ചെയ്യേണ്ടത് അതായിരിക്കും ഇതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി. നമ്മൾ മുമ്പേ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി പറഞ്ഞ കേസിൽ ഒരു n പാർട്ടിക്കിൾ സിസ്റ്റം അതിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി പറഞ്ഞിരുന്നു. ആ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: US is equal to -g/2 into sum over I equal to 1 to n, sum over j equal to 1 to n, where I not equal to j, mj divided by rij ആണ്. ഇത് ഒരു n മാസസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്ത്. ഇതിന് പകരം ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി വരുമ്പം ഒരു n ചാർജസ് ഉള്ള ഒരു സിസ്റ്റമാണ് എടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയാണ് എക്സ്പ്രഷൻ വരിക. US is equal to ഇവിടെ 1/2 ഉണ്ട്, മൈനസ് ജിക്ക് പകരം 1/4πε0 വരുന്നു, സം ഓവർ I equal to 1 to n, സം ഓവർ j is equal to 1 to n, where I not equal to j, qj divided by rij എന്ന് വരും. സോ ഇതാണ് ഒരു n ചാർജസ് ഉള്ള ഒരു സിസ്റ്റത്തെ അസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി ഓഫ് n ചാർജസ് ഓർ എ സിസ്റ്റം ഓഫ് n ചാർജസ്. ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ദി ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി ഓഫ് എ കണ്ടക്റ്റിംഗ് സ്പിയർ. ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി of a conducting sphere. Electrostatic self energy of a conducting sphere. So in the case of a conducting sphere, the charges reside only on the surface. ഒരു മെറ്റാലിക് സ്പിയർ അല്ലെങ്കിൽ ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ചാർജ് ചെയ്താൽ ആ ചാർജ് എപ്പോഴും അതിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാർജസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ആൻഡ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ദി സ്പിയർ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ R can be considered as a capacitor having capacity C is equal to 4 pi epsilon r epsilon 0 r.
ഓക്കെ, നമ്മളൊരു സ്പെറിക്കൽ കപ്പാസിറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്പെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് C=4πε₀r ε0r ആണ്, where ε0 is the permittivity of free space and εr is the relative permittivity. ഓക്കെ, സോ C=4πε₀r ε0 ഇൻറ്റു ക്യാപിറ്റൽ R ആണ്. ഇനി ദി ഇൻസ്റ്റൻറ്റേനിയസ് potential on a charged capacitor. The instantaneous potential on a charged capacitor is, suppose നമ്മൾ കൺസിഡർ ചെയ്യുന്ന കപ്പാസിറ്റർ അതിൻ്റെ ചാർജ് ക്യൂവും കപ്പാസിറ്റൻസ് സിയും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V=Q/C ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കപ്പാസിറ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് സിയും ചാർജ് ക്യൂവുമുള്ള ഒരു കപ്പാസിറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ V=Q/C ആണ്. സപ്പോസ് നമ്മൾ ഇതിലേക്ക് ഒരു DQ ചാർജ് കൂടി നമ്മൾ സപ്ലൈ ചെയ്യുന്നു, ഒരു DQ എമൗണ്ട് ഓഫ് ചാർജ് കൂടി ആഡ് ചെയ്യുന്നു. സോ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണ്? ദി വർക്ക് ഡൺ ഇൻ ഇൻക്രീസിങ് ദ ചാർജ് ബൈ DQ. ഒരു DQ ചാർജ് കൂടി ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മളവിടെ ചെയ്യേണ്ട വർക്ക് എത്രയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വർക്ക് എന്ന് പറയുന്നത് DU എന്ന് പറയുന്നത് =V × DQ ആയിരിക്കും. V എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് Q/C ആണ്. സോ Q/C × DQ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്ററിനെ നമുക്ക് സപ്പോസ് കപ്പാസിറ്ററിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ Qയിലേക്കാണ്. സപ്പോസ് ക്യാപിറ്റൽ Qയിലേക്കാണ് നമ്മളിതിനെ ചാർജ് ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ചാർജിങ് ദ കപ്പാസിറ്റർ? സോ ദി ടോട്ടൽ വർക്ക് ഡൺ ഇൻ ചാർജിങ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് U=0 to capital Q, this Q/C DQ ആണ്. or this is 1/C പുറത്തേക്ക് എടുക്കാം. integral Q DQ is Q² / 2 from 0 to capital Q. so this is Q² / 2C എന്ന് വരും. സോ നമുക്ക് പറയാം ദി സെൽഫ് എനർജി ഓഫ് എ കണ്ടക്റ്റിംഗ് സ്പിയർ. ഒരു കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ സെൽഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദി സെൽഫ് എനർജി ഈസ് ഈക്വൽ ടു Q² / 2 ഇൻറ്റു വാട്ട് ഈസ് കപ്പാസിറ്റൻസ് ഓഫ് എ സ്പിയർ. ഒരു സ്പിയറിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് 4πε₀r ε0 ക്യാപിറ്റൽ R ആണ്. സോ ദെയർഫോർ ദിസ് ഈസ് ഈക്വൽ ടു Q² / 8πε₀r ε0 ക്യാപിറ്റൽ R എന്ന് വരും. So the gravitational self energy of a conducting sphere is given by Q² / 8πε₀r ε0 into ക്യാപിറ്റൽ R ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ കേസിലാണ്. ഒരു കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ കേസിൽ അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജിയാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം if you are finding the self energy of a charged dielectric or a non-conducting sphere, charged dielectric or a non-conducting sphere. അപ്പം കണ്ടക്റ്റിംഗ് സ്പിയറും നോൺ കണ്ടക്റ്റിംഗ് സ്പിയറും തമ്മിലുള്ള വ്യത്യാസം അറിയാം. കണ്ടക്റ്റിംഗ് സ്പിയർ ആണെന്നുണ്ടെങ്കിൽ ചാർജസ് അതിൻ്റെ സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ ആണെങ്കിൽ ചാർജസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്പിയറിൻ്റെ കേസിലുള്ള ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. ദ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എ സ്പിയർ എന്ന് പറയുന്നത് -3/5 gm² / R ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്തത് എന്ന് നമുക്ക് അറിയാം. ഇനീഷ്യലി നമ്മൾ ഉള്ളിലൊരു കോർ സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്തു, അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടു. അതിനുശേഷം അതിൻ്റെ മുകളിൽ dr തിക്നെസ് വരുന്ന ചെറിയൊരു ഷെല്ല് നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യേണ്ട വർക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ആ വർക്കിൽ നിന്നും ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള സ്പിയർ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് അതിൻ്റെ ടോട്ടൽ സെൽഫ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് സിമിലറാണ് സെൽഫ് എനർജി ഓഫ് എ നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ എന്ന് പറയുന്നത്. ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്പിയറിനെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജ് ഈ സ്പിയറിൽ യൂണിഫോം ആയിട്ട് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചാർജ്ഡ് ഡയലക്ട്രിക് സ്പിയർ അല്ലെങ്കിൽ ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ സെൽഫ് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സിമിലർ ടു ദി ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എ സ്പിയർ.
സോ ഈ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതാം? സോ ഈ മൈനസ് മുമ്പ് വന്നത് ജിയുടെ കൂടെയാണ്. സാധാരണഗതിയിൽ ഗ്രാവിറ്റേഷനിൽ നിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്കിലേക്ക് ഒരു കൺവേർഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജിക്ക് പകരം നമുക്കിവിടെ എന്ത് കൊടുക്കാം? 1/4πε0 എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ 3/5 അതുപോലെ തന്നെ ഉണ്ടാവും. എം സ്ക്വയറിൻ്റെ പകരം നമുക്കിവിടെ എന്ത് വരും? ക്യൂ സ്ക്വയറിന് വരും. അതുപോലെ സോ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഓക്കെ, 6 ഇതുപോലെ തന്നെ. സോ ദി ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി ഓഫ് എ ചാർജ്ഡ് ഡയലക്ട്രിക് ഓർ എ യൂണിഫോം കണ്ടക്ടിങ് സ്പിയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3/5 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ 4πε0 ഓർ ദിസ്. ഇവിടെ വരുമ്പം സ്പിയർ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ εr ε0 എന്ന് വരും. സോ εr ε0 4πε0 ε0 ഓക്കെ ഇൻറ്റു ഓക്കെ ക്യാപിറ്റൽ ആർ. സോ ദിസ് ഈസ് ദി electrostatic self-energy of a charged dielectric or a non-conducting sphere. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളെടുക്കുന്ന സ്പിയർ രണ്ട് തരത്തിലുള്ള കേസാണ് പറഞ്ഞത്. ഒന്ന് ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ, മറ്റൊന്ന് ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ. ഓക്കെ, ഒരു കണ്ടക്റ്റിംഗ് സ്പിയർ ആണെങ്കിൽ ഇവിടുത്തെ കേസ് നമുക്കറിയാം എങ്ങനെയാണ്. ചാർജസ് വിൽ റിമെയിൻ ഓൺലി ഓൺ സർഫസ്. ഇതിൻ്റെ സർഫസിൽ മാത്രമേ ചാർജസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0 ε0 ക്യാപിറ്റൽ ആർ ആണെന്ന് പറഞ്ഞു. അതേസമയം ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്പിയർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? ചാർജസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സ്പിയർ. അതായത് ഇൻസൈഡും ഔട്ട്സൈഡും എന്തുണ്ട്? ചാർജസ് ഉണ്ട്. അപ്പോൾ ഈ കേസിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 3/5 ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 ε0 ക്യാപിറ്റൽ ആർ ആയിരിക്കും. ഓക്കെ, ഇതാണ് കണ്ടക്റ്റിങ്ങിൻ്റെ കേസിലും നോൺ കണ്ടക്റ്റിങ്ങിൻ്റെ കേസിലുമുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യുന്നത് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദി ക്ലാസിക്കൽ റേഡിയസ് ഓഫ് ഇലക്ട്രോൺ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം ക്ലാസിക്കൽ ഫിസിക്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് ഇലക്ട്രോണിൻ്റെ റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയത്തില്ല ഒരു ഇലക്ട്രോണിൽ ചാർജസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, നമുക്കറിയില്ല എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ ഉള്ളിൽ ചാർജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, സപ്പോസ് ഒരു ഇലക്ട്രോണിനെ നമ്മളൊരു സ്പിയർ ആയിട്ട് നമ്മളങ്ങ് അസ്യൂം ചെയ്യുന്നു. വി ആർ അസ്യൂമിങ് ആൻ ഇലക്ട്രോൺ ആസ് എ സ്പിയർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്പിയർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മളൊരു നോൺ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ കേസ് പറഞ്ഞു. ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്പിയറിൻ്റെ കേസിൽ എങ്ങനെയാണ്? അതിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാർജസ് അതിൻ്റെ സർഫസിലും ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഇൻസൈഡിലും ഉണ്ടാവും. യൂണിഫോമായിട്ട് എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഒരു ഇലക്ട്രോണിനെ അത്തരത്തിലുള്ള ഒരു സ്പിയർ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്കിൽ നമുക്ക് പറയാം ഈ ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചാർജ് എന്ന് പറയുന്നത് ഇവിടെ 3/5 ആണ്. ഞാനിപ്പോൾ ആ 3/5 ഒന്നും എടുക്കുന്നില്ല, കാരണം നമുക്കതിൻ്റെ പവർ മാത്രമേ അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ 3/5 എന്ന് പറയുന്ന ഫാക്ടറിനെ അങ്ങോട്ട് ഒഴിവാക്കുന്നു. ക്യൂ സ്ക്വയർ ബൈ 4πε0 ε0 അതിൽ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ചാർജാണ്. ഇലക്ട്രോണിൻ്റെ കേസിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇ ആണ്. സോ ദിസ് ഈസ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് വരും. വേറെ ഈ ക്യാപിറ്റൽ ആർ ഇവിടെ എന്തായിരിക്കും? റേഡിയസ് ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും, ഇലക്ട്രോണിൻ്റെ റേഡിയസ് ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നിന്ന് ഞാനിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി ഓഫ് ഈ എക്സ്പ്രഷനിൽ നിന്നാണ് ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി ഓഫ് ഇലക്ട്രോൺ എഴുതിയത്. ഓക്കെ, അപ്പം ഇലക്ട്രോണിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി എന്ന് പറയുന്നത് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് എഴുതി. ഇനി നമുക്കറിയാം ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താണ്? യു എസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി ഓഫ് ഇലക്ട്രോൺ ഓർ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മളെടുത്താൽ ആ ഇലക്ട്രോണിൽ എത്രമാത്രം എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് m0 c². ഒരു m0 റെസ്റ്റ് മാസ് ഉള്ള ഏത് പാർട്ടിക്കിൾ എടുത്താലും
M0 റെസ്റ്റ് മാസ് വരുന്ന ഏത് പാർട്ടിക്കിൾ എടുത്താലും അതിൻ്റെ എനർജി എന്ന് പറയുന്നത് M0 c² ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസാണ് 9.1 × 10⁻³ കിലോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ 9.1 × 10⁻³ കിലോഗ്രാം ഉള്ള ഒരു ഇലക്ട്രോൺ എടുത്താൽ ആ ഇലക്ട്രോണിൽ അടങ്ങിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും? It is that rest mass multiplied with the c² ആണ്. So we can write the rest mass energy of an electron is M0 c². അപ്പോൾ ഈ M0 c² എന്ന് പറയുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയാണ്. നമ്മൾ നോൺ കണ്ടക്ടിങ് സ്പിയറിൻ്റെ അപ്രോക്സിമേഷൻ വെച്ച് ഇലക്ട്രോണിൻ്റെ എനർജി നമ്മൾ എഴുതിയതാണ് E²/4πε0r. സോ നമുക്ക് ഇതിനെ തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. So this M0 c² is equal to E²/4πε0r എന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാപിറ്റൽ R കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. So here we are equating this M0 c² with E²/4πε0r. ഇതിൽ എല്ലാത്തിൻ്റെ വാല്യൂ നമുക്കറിയാം. സോ R എന്ന് പറയുന്നത് ഇറ്റ് ഈസ് E²/4πε0 M0 c² എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1.6 × 10⁻⁻19 കൂളോംബാണ് E, ഡിവൈഡഡ് ബൈ 1/4πε0 എന്ന് പറയുന്നത് 9 × 10⁻9 ആണെന്നറിയാം. 1/4πε0 ഓർ ഞാൻ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ 4 × 3.14 × ε0 is 8.85 × 10⁻12 multiplied with M0 is 9.1 × 10⁻31 kilogram into c² എന്ന് പറയുന്നത് it is 3 × 10⁻8 whole square. So on calculating this we will get it as 2.82 × 10⁻15 meter എന്ന് കിട്ടും. സോ ഇതൊരു ക്ലാസിക്കൽ അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രോണിൻ്റെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. ഇതൊരു ക്ലാസിക്കൽ അപ്രോക്സിമേഷനാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഒരു എൻറ്റിറ്റി ആണ് എന്നുള്ളത് ഇവിടെ ഒരു വളരെ വേഗമായിട്ടുള്ള ഒരു അപ്രോക്സിമേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിനെ ഒരു യൂണിഫോം സോളിഡ് സ്ഫിയർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ മുമ്പേ നമ്മൾ എടുത്തതും ഇതുപോലെ തന്നെയാണ്. ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എ സ്ഫിയർ കണ്ടുപിടിച്ചതിന് ശേഷം എർത്തിനെ നമ്മളൊരു യൂണിഫോം സോളിഡ് സ്ഫിയർ ആണെന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു. ശരിക്കും നമുക്കറിയാം എർത്ത് ഒരു യൂണിഫോം സോളിഡ് സ്ഫിയർ അല്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി ഓഫ് എ സ്ഫിയർ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു യൂണിഫോം സോളിഡ് സ്ഫിയർ ആണെന്നുള്ള അപ്രോക്സിമേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി. ഓക്കെ, താങ്ക് യു.